കിണ്ണത്തപ്പം റെഡി ആയിട്ട് എത്തിയിട്ടാ. ഇന്നൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടാ. ഇന്നത്തെ സ്പെഷ്യൽ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ പ്രമുഖ ഷെഫ്. അപ്പോൾ കിണ്ണത്തപ്പത്തിലേക്കുള്ള തേങ്ങ സെറ്റായി. അത് തേങ്ങയുടെ വെള്ളം നമുക്ക് കുടിക്കാം. അതെന്തിനാ വെള്ളം ചൂടാക്കണത്? ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക, അതിൽ പൊടിയിൽ ഒഴിക്കുക. ഏത് അരിപ്പൊടി? അരിപ്പൊടിയിൽ ഒഴിക്കുക. എന്നിട്ട് പിന്നെ അത് കുതിർന്ന ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. അതിനോടൊപ്പം പഞ്ചസാര, ആവശ്യത്തിനുള്ള മധുരത്തിന് പഞ്ചസാര, ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്. ഉപ്പുണ്ട്. ഒരു നുള്ളു ഉപ്പിടണം. പിന്നെ എന്നിട്ട് അരിപ്പൊടിയിൽ പഞ്ചസാര അല്ലേ, മധുരത്തിന്. പിന്നെ എന്നിട്ടാ ഇതില് ജീരകം കലക്കിയതിന് ശേഷം ജീരകം, ഈ പൊടി കലക്കിയതിന് ശേഷം അല്ലേ. അപ്പൊ ഇതില് ചൂടുവെള്ളം ഒഴിച്ചു പൊടിയിൽ ഒഴിച്ചു അല്ലേ. ഇനി ഇത് കുഴക്കോ? ഇത് കലക്കൂല്ലേ? അങ്ങനെ നമ്മൾ പൊളിച്ച തേങ്ങയുടെ പാല് ഇതിൽ മിക്സ് ആക്കണം കേട്ടോ. തേങ്ങയുടെ ഒന്നാം പാലല്ലേ, ഒന്നാം പാല് രണ്ടാം പാലും കൂടിയിട്ട് അങ്ങനെ തേങ്ങാപ്പാലും അരിപ്പൊടി ഷുഗർ ചേർത്തിട്ടുള്ള കിണ്ണപ്പത്തിനുള്ള മിക്സ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലെന്നിട്ട് വീണ്ടും തേങ്ങാപ്പാൽ തന്നെ ഈ കട്ടി മതി അല്ലേ. അപ്പോൾ 3 കിണ്ണത്തപ്പണം, 3 എണ്ണം. അത് ഒരു ഉള്ളു ജീരകം മിക്സാക്കി. ഇനി ഇത് 3 പാത്രത്തേക്ക് 3 പ്ലേറ്റിലേക്കാണ്ട് ഒഴിക്കുക. ആവിയിൽ കയറ്റുക അല്ലേ. സംഭവം സെറ്റ്. എത്ര മിനിറ്റ് ആവിയിൽ വയ്ക്കണം? 5 മിനിറ്റ് ആവിയിൽ വയ്ക്കുക. കിണ്ണത്തപ്പം റെഡി. ഇനി തങ്ങളുടെ ആവിയിൽ കയറ്റി കഴിഞ്ഞാൽ 5 മിനിറ്റ് ആവിയിൽ കയറ്റി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ് കേട്ടോ കിണ്ണത്തപ്പം. അങ്ങനെ കിണ്ണത്തപ്പം അടുപ്പത്ത് വെച്ചു. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു 5 മിനിറ്റ്. കാത്തിരിപ്പാണ്. കിണ്ണത്തപ്പം റെഡി ആവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ടിട്ട് പിള്ളേർ വരുമ്പോഴേക്കും എന്തായാലും ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് ഞാനും മമ്മിയും തീരുമാനിച്ചു. അങ്ങനെ അതൊരു വീഡിയോ എടുക്കാനുള്ളൊരു തീരുമാനത്തിലെത്തി. അതാണ് ഈ വ്ളോഗിന് പിന്നിൽ. എന്താ കിണ്ണത്തപ്പം വ്ളോഗാണത്. അപ്പോൾ എങ്ങനെ അതെ പിള്ളേർ വരുമ്പോഴേക്കും അവർക്കുള്ള 4 മണി പലഹാരം. അപ്പം അതിൽ ചേരുവ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ല. മമ്മി ഒന്നുകൂടിയും പറഞ്ഞത് എന്നാലും പറയേ നിങ്ങൾ ഉണ്ടാക്കുന്ന അരിപ്പൊടി സൗണ്ടില്ല കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി. ഹെൽത്തി സ്നാക്സ് അങ്ങനെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ, കുട്ടി വീഡിയോ. മമ്മി പറയണത് വ്യൂ കുറയുന്നതാണ്. കാരണം മേക്കപ്പ് ഇട്ടിട്ടില്ല അത്രേ. മേക്കപ്പും പട്ടുസാരിയൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയണത്. അതുകൊണ്ട് വ്യൂവേഴ്സ് കുറയുമെന്ന് പറയണത്. എന്തായാലും നോക്കി നോക്കാം വ്യൂ കുറയോ കൂടുമോ എന്നുള്ള കാര്യം. കിണ്ണത്തപ്പം റെഡി ആയിട്ട് എത്തിയിട്ടാ. ടേബിളിലേക്ക് എത്തി. ആവി പറക്കും. നല്ല ചൂട്. സംഭവം സെറ്റ്. അപ്പോൾ 10 മിനിറ്റ്
10 മാക്സിമം 15 മിനിറ്റ് അല്ലേ തേങ്ങ പൊളിക്കലും പരിപാടി കഴിഞ്ഞിട്ട് 15 മിനിറ്റിനുള്ളിൽ സാധനം സംഭവം റെഡിയായി എണ്ണത്തപ്പം റെഡി. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി പിള്ളേർ കഴിച്ചാൽ മതി. ഈ വക സാധനങ്ങൾ പിള്ളേർ വല്ലാണ്ട് കഴിക്കുന്നതൊന്നുമില്ല. എന്നാലും നോക്കി നോക്കാം. മധുരമൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ കഴിക്കായിരിക്കും നന്നായിട്ട്. അങ്ങനെ പിള്ളേരെ വെയിറ്റ് ചെയ്തിട്ട് അമ്മ ഇരിക്കണു. ഇതാ ഞങ്ങളുടെ പൂക്കളം, ഇന്നത്തെ പൂക്കളം. സ്കൂൾ ബസ് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ട് കിണ്ണത്തപ്പം? സൂപ്പറാ. അത് ഇന്നിട്ടാ എത്ര കഷ്ണം വേണോ? 1 മതിയാ അവനോടത്തെ?